അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ CRS ഗാരേജ് ഉണ്ടാക്കിയ പുതിയ ഒരു അശോക് ലൈലാൻഡിൻ്റെ ഒരു സ്ലീപ്പർ ബസ്സാണ്, AC സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ ഈ ഒരു ഇപ്പം ഇറങ്ങിയ ഒരു ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോണ്ട റിവ്യൂ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ അധികം കളയുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ബസ്സിൻ്റെ ഒരു ഇൻറ്റീരിയറും ആ ഒരു ബസ്സിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ബസ്സിൻ്റെ മുമ്പ് വശം എന്ന് പറയുന്നത്. നല്ലൊരു ETS ലെവലൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ETS2 അതിലുള്ള ഒരു ഷാഡോ നല്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ആ ഒരു സൈഡ് ഭാഗം, അതാണ് കേട്ടോ. ഇനി ഞാൻ ബാക്ക് കാണിച്ചു തരാം. ഇതാണ് ബാക്കും. ഇതും നല്ലൊരു പക്കേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡോർ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു AC സ്ലീപ്പറാണിത് കേട്ടോ. നമ്പറൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്ത് അങ്ങനെ കർട്ടനും അങ്ങനെ സ്ലീപ്പർ ബസ്സിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല പക്കയാണ്, എല്ലാം നല്ല സൂപ്പറാണ്. പിന്നെ ഇത് അശോക് ലൈനാണ്. ഇത് 2 വേരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മുമ്പിലത്തെ ഒരു കാര്യങ്ങൾ. ഇനിയെന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പോൾ നമ്മുടെ ക്യാബിൻ നല്ല ഒക്കെയാണ്, നല്ല രസമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ക്യാബിൻ. ഇതാണ് നമ്മുടെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. എല്ലാം സ്ലീപ്പറൊക്കെ. പിന്നെ ഇവിടെ പോർട്ട്, ചാർജ് പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജ് പോർട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണ് അതുപോലത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതേ കാണാൻ അവിടെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലൊരു പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മോഡാണ്. ഇനി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു ആനിമേഷൻസ് അതൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ്ട് ഒരു ക്യാബിൻ വ്യൂ. അതിന് മുമ്പ് ഞാൻ ക്യാബിൻ വ്യൂ കാണിക്കാം. ഇതാണ് നമുക്ക് എന്താ ചെയ്യുന്നു, നമുക്കിനി എന്തായാലും അപ്പം നമ്മുടെ ആ ഒരു ഫസ്റ്റത്തെ ആനിമേഷൻ എന്ന് പറയാം. ഫസ്റ്റത്തെ ആനിമേഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഫസ്റ്റത്തെ ആനിമേഷൻ നമ്മുടെ ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോറും ബാക്കിലത്തെ ഡോറും ഓപ്പൺ ആവും. എമർജൻസി എക്സിറ്റ് ഡോറും ഓപ്പൺ ആവും. അത് മാത്രമല്ല, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് താഴുണ്ട് കണ്ട. ആ ഒരു ഫസ്റ്റ് ആനിമേഷൻ ഞെക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഇനിയെന്ന് പറയുകയാണെങ്കിൽ സെക്കൻഡ് ആനിമേഷൻ ഒന്ന് കാണിച്ചു തരാം. സെക്കൻഡ് ആനിമേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മുമ്പിലത്തെ ആ ഒരു സംഭവം പൊന്തണം താഴണുണ്ട് കണ്ട. അതാണ് ആ ഒരു കാര്യം. പിന്നെ നമുക്ക് തേർഡ് ആനിമേഷൻ എന്ന് പറഞ്ഞത് ആ ഒരു ഡോറിൻ്റെ ആ ഒരു വിൻഡോ കണ്ട ഓപ്പൺ ആവുന്നുണ്ട്. അതാണ് തേർഡ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മോഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു കുട്ടി റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡൗൺലോഡ് കയറി. അപ്പോൾ പക്ഷേ ആ ഒരു മോഡ് പലർക്കും ഡൗൺലോഡ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതേ മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളൊന്ന് കയറി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറുക. അപ്പോൾ നിങ്ങൾക്ക് അടിയിലോട്ട് പോകുമ്പോൾ ഒരു ലിങ്ക് കിട്ടും. അപ്പോൾ ഒരു അശോക് ലൈലാൻഡ് ഭാരത് ബെൻസിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 ചെയ്യാം. അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സ്കിന്നും കൂടി ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അശോക് ലൈലാൻഡ് എടുത്തിട്ടാണ് ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു അശോക് ലൈലാൻഡിൻ്റെ ആ ഒരു അടിയിലത്തെ ആ ഒരു ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതേ പോവുകയാണ്. അപ്പോൾ കുറച്ച് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താണാവോ കിട്ടാത്തത്. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നിന്ന് ലോഡായി കഴിയുമ്പോഴേക്കും നിങ്ങൾ വേറൊരു നമുക്കതൊന്ന് കിട്ടും. ഞാൻ തരാം. ആയിട്ടില്ല. അപ്പോൾ ഇനി ഇതെന്താ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. ഒന്ന് ഫുൾ അങ്ങോട്ട് ഏറ്റവും അടിയിലോട്ട് സ്ക്രോൾ ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടും. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ, ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കിട്ടും. നിങ്ങൾ ആ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വേറൊരു പേജിലോട്ട് പോകും. ഇനി ആ ഒരു പേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഇതും ഫുൾ അങ്ങോട്ട് സ്ക്രോൾ ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് പകുതി വരെയൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ അത് ജസ്റ്റ് ആ സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ട് അടിയിലത്തെ ആ ഒരു പച്ച ഒരു ഓപ്ഷൻ ഒന്ന് കൺഫേം ഡൗൺലോഡ് അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇതേ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഡൗൺലോഡ് ആവുകയാണ്. ഇനിയിപ്പോൾ ചിലവരുടെ മൊബൈലിൽ ഡൗൺലോഡ് ആവില്ല. ഡൗൺലോഡ് ആയില്ലെങ്കിൽ അവിടെ അടിയിൽ ഒരു നീല കളറിലായിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, നീല കളറിലായിട്ട്. അപ്പോൾ ആ ഒരു ക്ലിക്ക് ഹിയർ, അപ്പോൾ ഒരു ആഡ് വന്നു, ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട, ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ അതേ ഡൗൺലോഡായി. നമുക്ക് ഡീറ്റെയിൽസിൽ ചെന്ന് ഡൗൺലോഡ് ആവും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഡൗൺലോഡ് ആക്കുന്ന നമ്മുടെ അതേ. അപ്പം ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്താണ്, ഞാനതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ചെറിയൊരു വീഡിയോ ഒന്നും. അപ്പോൾ എല്ലാവർക്കും ഡൗൺലോഡ് ആവണ കാര്യം, ഞാൻ ഒരു ബസ്സിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പം ഞാൻ ചെറിയൊരു രീതിയിലാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോസായി കാണാം. ബൈ. അപ്പം ടാറ്റാ.